ജയചന്ദ്രൻ മാഷേ, അരവിന്ദ് കെജ്രിവാൾ ഇതാ ജയിൽ മോചിതനായിരിക്കുന്നു. ഒരു അനീതിയുടെ അവസാനം ജയിൽ മോചിതനാവുന്ന അരവിന്ദ് കെജ്രിവാൾ കൊടുങ്കാറ്റായി മാറാൻ പോവുകയാണെന്നൊരു ഭയമുണ്ടോ ടി പി ജയചന്ദ്രനും ബി ജെ പിക്കും? ഡോക്ടർ അരുൺ, അതൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറും. കയ്യും കാലും കെട്ടി പല്ലും നഖവും പറിച്ച് 2 കാലുകളും കെട്ടി അരവിന്ദ് കെജ്രിവാൾ പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന അരവിന്ദ് കെജ്രിവാളിന് പ്രചരണം നടത്താൻ പോലും BJP അവസരം കൊടുത്തില്ല. ഞങ്ങൾ ആഹ്ലാദിക്കുകയാണ്. എന്തൊക്കെയാണ് കോടതി പറഞ്ഞത്? 50,000 രൂപയുടെ ബോണ്ടും ജാമ്യക്കാരും വേണം. മുഖ്യമന്ത്രിയുടെ ആഫീസിലോ സെക്രട്ടേറിയറ്റിൻ്റെ പടിയടക്കാനോ പാടില്ല. ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി ആവശ്യമുള്ള ഫയലുകളിൽ മാത്രമേ ഒപ്പുവെക്കാൻ പാടുള്ളൂ. അദ്ദേഹത്തിൻ്റെ കേസിനെ കുറിച്ച് ഒരക്ഷരം ഉരിയാടരുത്. കേസിലെ ഏതെങ്കിലും സാക്ഷിയെ കാണാനോ സംസാരിക്കാനുള്ള അവകാശമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ സെക്രട്ടേറിയറ്റിലോ കയറിപ്പോയാൽ അത് ചട്ടലംഘനമായി കാണും. പക്ഷേ യോദ്ധയിൽ തോറ്റു തുന്നം പാടിയതിനു ശേഷം ഈ തൈപ്പറമ്പിൽ അശോകൻ പറയുന്ന ഡയലോഗ് പോലെയാണല്ലോ ഇത്. നിങ്ങൾ പരമാവധി ശ്രമിച്ചു ഈ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിനുള്ളിൽ തന്നെ ഇടാൻ. ED കുറ്റപത്രം സമർപ്പിക്കുന്ന ഘട്ടം വരെ എത്തി, സത്യവാങ്മൂലം കൊടുത്തു, വാദിച്ചു. ഒടുവിൽ 4 ഘട്ടങ്ങളിൽ പ്രചരണത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഇറങ്ങി. എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ധർമ്മം മറന്നോ ഈ പ്രചരണത്തിന്റെ വേളയിൽ, തിരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ വേളയിൽ അരവിന്ദ് കെജ്രിവാളിനെ പ്രചരണം ചെയ്യാൻ കഴിയാതെ അങ്ങ് പറഞ്ഞതുപോലെ കാലും കൈയും കെട്ടി ജയിലിനുള്ളിലിട്ടതിന്റെ തിരിച്ചടി നിങ്ങൾ ഭയക്കുന്നുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. അല്ല, അത് വളരെ കൃത്യമാണല്ലോ. അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷയെക്കുറിച്ച് കോടതി പറഞ്ഞ ഒരു ആവൃത്തി അരുൺ വായിച്ചിരുന്നെങ്കിൽ ഇത്തരം ഒരു പരാമർശം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൺവിക്ഷനെ കുറിച്ച് നിങ്ങളിതിനെക്കുറിച്ച് ഇതിൻ്റെ മെറിറ്റ് പരിഗണിച്ചല്ല. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ പ്രതികൾക്ക് കിട്ടുന്ന, ഞാൻ ചോദിക്കട്ടെ, ഇതിനേക്കാൾ അപ്പുറം ശിക്ഷിക്കപ്പെട്ട ലാലു പ്രസാദ് യാദവ് പുറത്തിറങ്ങിയില്ലായിരുന്നു? ഈ രാജ്യത്തിന് ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ ടി പി ജയചന്ദ്രൻ മാഷെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു നേതാവിന് ഇടക്കാല ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി അസാധാരണമായി വിധി പുറപ്പെടുവിക്കുന്നത്? അത് മാറ്റത്തിന്റെ കാഹളമല്ലേ? ഇതിപ്പോൾ ഏറ്റവും ഒടുവിൽ മല്ലികാർജുൻ ഖാർഗെ പറയുന്നു. അല്ല, ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ വക്കീലന്മാരോട് കോടതി പോയില്ലേ? കോടതി എന്താ പറഞ്ഞേ? തെരഞ്ഞെടുപ്പും ഇതുമായിട്ട് എന്താണ് ബന്ധം വരണേ? ഒരാളുടെ കുറ്റവും ആ പ്രതിയെക്കുറിച്ചും അതിന് ശിക്ഷാനടപടിയും ആയിട്ട് എന്താ ബന്ധം? പക്ഷേ ഇന്നലെയോ തുടങ്ങിയത്. ഭയക്കുന്നു അരവിന്ദ് കെജ്രിവാളിനെ, ഹനുമാൻ ചാലീസ് ചൊല്ലുന്ന അരവിന്ദ് കെജ്രിവാളിനെ ഭയക്കുന്നു. സാധാരണക്കാരുമായി താതാത്മ്യം പ്രാപിച്ചു നിൽക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ ഭയക്കുന്നു. ഡൽഹിയിൽ കോൺഗ്രസിന്റെ കൂട്ടുകെട്ട് ചേർന്ന് നിൽക്കുന്ന ആം ആദ്മി പാർട്ടിയെ നിങ്ങൾ ഭയക്കുന്നു. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുമായി കൂട്ടുചേർന്ന രാഹുൽ ഗാന്ധിയെ ഭയക്കുന്നു. അപ്പോൾ നിങ്ങൾ ഷഹസാദ എന്ന് വിളിക്കും, നിങ്ങൾ മുസ്ലിം വിരുദ്ധ പ്രചരണങ്ങൾ നടത്തും. വിദ്വേഷ പ്രചരണങ്ങളിലൂടെ ആദ്യത്തെ 400 സീറ്റ് എന്നുള്ളത് നിങ്ങൾ വിസ്മരിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് അംബാനിയെ വേണം, അദാനി, രാഹുൽ ഗാന്ധി വിമർശിക്കേണ്ട. മുസ്ലിം വിദ്വേഷ പ്രചരണം എവിടേക്കാണ് മോദിയുടെ ഭയം പോകുന്നത് സാർ? അല്ല, 4-ാം തീയതി കഴിഞ്ഞാൽ ഇതേ ആവേശത്തോടെ അരുൺ ഉണ്ടാകണം എന്നൊരു അപേക്ഷ കൂടി എനിക്ക്.